നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. നൂറയുടെ ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത്. ഒരുപാട് വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്ത് ചെയ്യാം, നമ്മുടെ ലോകം അങ്ങനെയായിപ്പോയി. അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ട വന്നത്. അപ്പോൾ നൂറ, ആതിര അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവരിങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഭാര്യയും ഭർത്താവ് ജീവിക്കുന്ന സമയത്ത് ആ ഭാര്യ പറയുന്നത് ഭർത്താവിനോട്, അതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരിനെ ഇഷ്ടം, എൻ്റെ കൂട്ടുകാരിനെ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അത് പോട്ടെ, ഇനിയിപ്പോൾ ആതിരയുടെയോ നൂറയുടെയോ വാപ്പ വേറൊരു വാപ്പ വന്നിട്ടുണ്ടാവണം പറയുന്നത്, എനിക്ക് എൻ്റെ എൻ്റെ ഭാര്യനെ എനിക്ക് വേണ്ട, ഞാൻ പോയിട്ട് വേറൊരു പുരുഷനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിക്കാമെന്ന് പറഞ്ഞാൽ എന്താ തരം? ഇതൊന്നും നടന്നിട്ടല്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ഓരോ അച്ഛനമ്മയ്ക്കും മക്കളെ ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ വലിയ മോഹങ്ങളുണ്ടായിരിക്കും. എന്താണ്, അവർ വളർന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവരെ കണ്ട് കുട്ടികളെ കണ്ട് സന്തോഷിക്കുക, വയസ്സാം കാലത്ത് അവരെ കളിപ്പിച്ചിരിക്കുക. ഇതൊക്കെ എല്ലാ അച്ഛനമ്മമാരെയും ഇതല്ലേ, ആഗ്രഹങ്ങളല്ലേ. ആ ആഗ്രഹങ്ങൾക്കല്ലേ ഇവർ ഈ വിലങ്ങുതടി ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതം എത്ര നാൾ പുരോഗമിക്കും, എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും ഒരു പിടുത്തമില്ല. ഇത് ലെസ്ബിയൻ കപ്പിൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ന്യായീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയൊരു മനസ്സൊന്നും നമ്മുടെ കേരളത്തിലെ അമ്മമാർക്കും കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല. അവരൊക്കെ അപ്പുറത്ത് തിരിഞ്ഞു നിന്ന് കളിയാക്കാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ കൊത്തി നോവിക്കും. സോഷ്യൽ മീഡിയ കൂടി ആയാലും ബിഗ് ബോസിലായാലും ഇവർ കൊത്തി നോവിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇവരാരും പ്രോത്സാഹിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് അമേരിക്കയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, വിദേശ രാജ്യത്ത് ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ണീരും കരച്ചിലൊന്നും കേൾക്കണ്ടല്ലോ. ആണുങ്ങൾ തന്നെ കൊണ്ടുപോയി കല്യാണം കഴിക്കും, പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുപോയി കല്യാണം കഴിക്കും. ഇപ്പോൾ പെണ്ണുങ്ങൾ തന്നെ കൊണ്ട് കല്യാണം കഴിക്കും. ആണുങ്ങൾ ഈ പറഞ്ഞ പോലെ കള്ളും കുടിച്ച് വന്ന് ഇടിയും കുത്തും ചവിട്ടും, അതുപോലെ തന്നെ പണിക്കും പോവില്ല, ഭാര്യയുടെ ചിലവർ ജീവിക്കുകയും ചെയ്യും. ഒരു കിടാവായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഇല്ല. അതുകൊണ്ട് അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വളരെ യൂഷ്വലാണ്. ആർക്കും ഒരു വിഷയമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അവരെ തോന്നിയ പോലെ ജീവിക്കുക. അതുകൊണ്ടാണല്ലോ ഇവർക്ക് കോടതി വിധി അനുകൂലമായിട്ട് കിട്ടിയത്. ഇവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയണം. അവർക്ക് അതഷ്ടം, പ്രായപൂർത്തിയായ ആൾക്കാരാണ്, അവർ ജീവിക്കട്ടെ. പക്ഷെ അവരുടെ ജീവിതം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അവരുടെ ജീവിതം കണ്ടിട്ടാണ് പല ആൾക്കാരും ഇവരെ തിരിച്ചറിയുന്നത്. ഇതിനു മുമ്പൊന്നും വരെ ന്യൂസുകളൊന്നും എല്ലാവരും ഒന്നും സോഷ്യൽ മീഡിയ നോക്കുന്ന ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കുന്നവരല്ല. ഇത് കണ്ടപ്പോൾ പല ആൾക്കാരും മൂക്കത്ത് വരലൊക്കെ ചെയ്യും, എങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിനെ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരാകുമ്പോൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടക്കണതൊക്കെ ഇവരും പറയുന്നുണ്ട്. അതൊക്കെ നടക്കും, ഞങ്ങളെ അതിനേക്കാളും സുഖമായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഇനി ഒരു പുരുഷൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പുരുഷനിലേക്ക് തിരിച്ചു പോകും എന്ന് അവർ ബന്ധുക്കൾ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അവരുടെ ബന്ധുക്കൾ പറയാത്തത്, അവർ രണ്ടുപേർക്കും പുരുഷന്മാരുടെ സുഖം അറിയാണ്ട, സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ബന്ധമൊക്കെ അവസാനിച്ച് തിരിച്ചു വരുന്നു വിചാരിച്ച് നമ്മുടെ ആതിരേരെയും നൂറേരെയൊക്കെ ബന്ധുക്കൾ പറഞ്ഞു എന്ന് ഇവർ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മൾ പറയണതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചിന്തിച്ചിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്, കുടുംബക്കാരെന്ന് പറഞ്ഞതാണ്. അത് നമ്മുടെ പേരിൽ പറയണ്ട. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസിലൊരു ഇടവേള വെച്ച് നോക്കിയിരിക്കുകയാണെന്ന് ലൈഫ് സ്റ്റോറി പറയാണ്ട് അവരെ ചൈൽഡ് ഫുഡും മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ പറയാൻ ഒരു സമയം കുറച്ച് നാൾ റെസ്റ്റ് ആടുന്നത്. ഇപ്പോൾ രണ്ടാമത് അത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ നൂറയുടെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. അത് നമ്മളെ ഒരുപാട് ടച്ചിങ് ആയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ചെറുപ്പത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാകുമ്പോൾ അത് ഇന്നത്തെ കാലത്തൊക്കെ കുറേ പുറത്ത് വരുന്നുണ്ട്. ഒരു പോസ്കോ കേസുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേരിൽ കേസുകൾ നടക്കുന്നുണ്ട്. അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഈ നിയമം ശക്തമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, എന്ത് പോസ്കോ വന്നാലും കുഴപ്പമില്ല. കുട്ടികളെ പീഡിപ്പിക്കുക, ചെറുപ്പക്കാർ പെൺകുട്ടികളാവുമ്പോൾ അവർ ചെറുപ്പത്തിലോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്നല്ല ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ നൂറ പറഞ്ഞത്, കണ്ണീരോട് കൂടി ആ നൂറ പറഞ്ഞത്. നമുക്കത് വീഡിയോ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഓഡിയോ ആണ്. ആ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക. അത് നമുക്ക് ഒരു പെൺകുട്ടി ചെറുപ്പത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അവരെല്ലാവരോടും പറഞ്ഞോളന്നില്ല. പക്ഷേ ഇത് ബിഗ് ബോസിൽ അവൾ ആദ്യമായിട്ട് ഓപ്പണായിട്ട് പറയാം. അവരെ മാതാപിതാക്കൾക്ക് പോലും അറിയാത്ത
ഈ രഹസ്യം അവർ ബിഗ് ബോസിൽ പുറത്ത് പറയണം, കേൾക്കാം. എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമില്. എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമില് എന്താ പറയാ, നമ്മള് പാവാടയും പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിമുട്ടില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എന്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പൊ എന്താ പറയാ, ഒരാള് എന്നോട് ചോദിച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ച്. അപ്പൊ ഞാന് കാണിച്ചു തരാം, ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയാം, ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചു. എന്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ, അയാൾ അറബിയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാ പറഞ്ഞു. ഞാൻ അയാളെ കൂടെ പോയി. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിലേക്ക്. അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെന്റെ കഴുത്തില് അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോട് അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ പറഞ്ഞാല്, ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യാ, എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ. എനിക്ക് ഭയങ്കര എന്താ പറയാ, ആരോടും പറയാനും പറ്റുന്നില്ല, ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ നൂറയുടെ ലൈഫ് സ്റ്റോറി കേട്ടില്ലേ? അപ്പോൾ ചെറുപ്പകാലത്തിൽ നമ്മൾ എന്തൊക്കെ, ഇന്നത്തെ കാലത്താണ് കാലം ഒന്നും കൂടി പുരോഗമിച്ചത്. അന്നത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരോടും പറയില്ല. അവർ പറയാണ്ടിരിക്കുമ്പോൾ വീണ്ടും അവരെ വീണ്ടും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആദ്യം അവർക്ക് അതൊരു അരോചകമായിട്ട് തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ മുഴുകും. അവർക്ക് ആ സമയമാകുമ്പോൾ ആ ഒരു സുഖം കിട്ടണം, അതിനു വേണ്ടി മാത്രം പിന്നെയും അവർ ആ ഒരു വഴി കൂടെ തന്നെ സഞ്ചരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആരോടും പറയില്ല. അവർ അതിൻ്റേതായുള്ള ലഹരിയും സുഖം അനുഭവിക്കുകയും മറ്റുള്ള ഓരോ വസ്തുക്കളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓരോ കിക്കൊക്കെ വരില്ലേ, അതേപോലെ തന്നെയാണ് ഇതൊരു കിക്ക് തന്നെയാണ്. ഈ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം, അറിഞ്ഞു കഴിഞ്ഞാൽ സുഖം, വീണ്ടും അനുഭവിക്കാനുള്ള ഒരു കൊതി, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ആ സമയമാകുമ്പോൾ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, കാണുന്നവരോടൊക്കെ ദേഷ്യം വരും, ചിലപ്പോൾ തലവേദന വരും, ചിലപ്പോൾ വയറുവേദന വരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ 2 പ്രാവശ്യമൊക്കെ ഈ കുട്ടീനെ ഇങ്ങനെ മിസ്യൂസ് ചെയ്തെന്നാണ് ഈ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റോറി ആയിട്ട് ഈ കുട്ടിയത് പറഞ്ഞത്. അവരെ വീട്ടുകാരോട് വരെ അന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതിപ്പോൾ ആതിരോടും അവളുടെ അനിയത്തിയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോട് പറയുക, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയുക. ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്. ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വന്ന് ഇങ്ങനെ ഒരു എല്ലാവരും കാണുന്നൊരു ഷോയിൽ പറയണത് ശരിയല്ല. എന്നിരുന്നാലും പറഞ്ഞത് ഇനിയുള്ള ആൾക്കാർക്ക് അതൊരു പ്രചോദനം വരാണ്ടിരിക്കാനായിട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അപ്പം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തുറുങ്കിലടയ്ക്കുക. അത്ര നമ്മൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തേണ്ടത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ അതും വിവരങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് കൂടെ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.